വെൽക്കം ടു ദ വേൾഡ് ഓഫ് സ്റ്റോറീസ്. പറവറ കഥ പറ, ചറവറ കഥ പറ. ഇപ്പോൾ ഏത് ടൈപ്പ് കഥ വേണമെന്ന് നിങ്ങൾ പറയായിരുന്നേല് ഇപ്പോൾ ഫീൽ ഗുഡ് ഉണ്ട്, മാസ് ഉണ്ട്, ഹൊറർ ഉണ്ട്. ബ്രോ പാൻ ഇന്ത്യൻ ഉണ്ടോ? ആ പാനിലുണ്ട്. അത് മതി. കുട്ടൻ തമ്പുരാൻ ബോൺ ടു PV കുട്ടൻ അഥവാ കുട്ടൻ തമ്പുരാൻ, മധ്യ തിരുവിതാംകൂറിലെ ഒരു ക്ഷയിച്ച ഇല്ലത്തെ കരണ്ട് തമ്പുരാൻ. എന്ത് തമ്പുരാൻ? അതായത് കരണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രസന്റ് ആയിട്ടുള്ള പുള്ളി ആകെ ദാരിദ്ര്യവും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുവാണ്. ഈ വല്ല പണിക്ക് പോയിക്കൂടെ? ഞാനോ? കുട്ടനെ ആ പുള്ളി തമ്പുരാനാണല്ലോ. തമ്പുരാൻ ഇങ്ങനെ കൂലിപ്പണിക്കൊക്കെ പോകാന്ന് വെച്ചാൽ മോശമല്ലേ? ഏത് പിന്നെ PSC ചെയ്താണെങ്കിൽ പുള്ളിക്ക് ഏജ് ഓവർ ആവുകയും ചെയ്തു. നോക്കണല്ലോ. ഈ കുട്ടൻ തമ്പുരാൻ ധാരാവിയെ സ്നേഹിക്കുന്ന പോലെ തന്നെ കബീർ ചാച്ചിയുടെ മകളായ ലൈലയെയും സ്നേഹിക്കുന്നുണ്ട്. ഒരു ലവ് ട്രാക്ക്. ഒരിക്കൽ കബീർ ചാച്ചിയുടെ ശത്രുക്കളായ ബൽമീന്ദർ സിംഗും ഗ്യാങ്ങും ലൈലയെ ആക്രമിക്കും. അപ്പൊ കുട്ടൻ തമ്പുരാൻ അവളെ അതിസാഹസികമായിട്ട് രക്ഷപ്പെടുത്തും. അവിടെ നമ്മളൊരു സോങ് വെക്കുന്നു, ഒരു ലവ് സോങ്. അതായത് കുട്ടൻ തമ്പുരാൻ മുണ്ടൊക്കെ എടുത്ത് വീണ വായിക്കുമ്പോൾ നമ്മുടെ ലൈല ഒതന്റിക് മുസ്ലിം വേഷത്തിൽ ഡാൻസ് ചെയ്യുന്നു. അവിടെ ശരിക്കും ഒരു അറബിക് കർണാട്ടിക് ഫ്യൂഷനാണ് പാട്ടായിട്ട് എൻ്റെ മനസ്സിലുള്ളത്. നമ്മുടെ ലൈലയ്ക്കൊരു ബ്രദറുണ്ട്, റസാഖ്. അതായത് നമ്മുടെ കബീർ ചാച്ചിയുടെ മൂത്തമൻ. പുള്ളിക്ക് നാർക്കോട്ടിക്കിന്റെ ബിസിനസ് തുടങ്ങാൻ ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ കുട്ടൻ അയാളെ എതിർക്കും. കാരണം നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് ആണല്ലോ. കറക്റ്റ്. താങ്ക് യു. നമ്മുടെ ഈ കുട്ടൻ തമ്പുരാനും ലൈലയും തമ്മിലുള്ള പ്രണയം കബീർ ചാച്ചി അറിയും. ഇരുവരും തെറ്റും. ഈ സമയത്ത് ഈ അവസരം മുതലെടുത്ത് റസാഖ് ബായി നാർക്കോട്ടിക് ബിസിനസ് തുടങ്ങും. റസാഖ് ബായിയെ ബൽമീന്ദർ സിംഗ് ഗ്യാങ് കൊല്ലും. എന്നിട്ട് ആ കുറ്റം കുട്ടൻ തമ്പുരാന്റെ മുകളിൽ കെട്ടി വെക്കും. ക്ലൈമാക്സ് സീൻ എന്താന്ന് വെച്ചാല് കടലിന്റെ നടുക്ക് ഒരു വലിയ കപ്പലില് നമ്മുടെ കുട്ടൻ തമ്പുരാനും ലൈലയും. ആ കപ്പല് നിറച്ച് കണ്ടെയ്നറുകളിൽ മയക്കുമരുന്ന് ശേഖരം. ഒരു സൈഡില് കബീർ ചാച്ചി ഗ്യാങ്, മറു സൈഡില് ബൽമീന്ദർ സിംഗ് ഗ്യാങ്. ഇവരെ ഇങ്ങനെ വളഞ്ഞേക്കുവാ ബോട്ടില്. അവിടെ നാർക്കോട്ടിക് ടീമിന്റെ ഗ്യാങ് ലീഡറായ മെക്സിക്കൻ മാഫിയ ഡോൺ അന്റോണിയോ നവരത്തിലോവ എന്ന് പറഞ്ഞു. അന്റോണിയോ നവരത്തിലോവ, മെക്സിക്കൻ ഡോണ്. നല്ല ഇളം നീല കണ്ണുള്ള. അതെ 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 അതെ. അപ്പം പുള്ളി നടത്തുന്ന ഒരു പാർട്ടി, ഒരു ഡ്രഗ് പാർട്ടി, ഐറ്റം സോങ്ങും ഐറ്റം ഡാൻസും. ഐറ്റം സോങ് എന്നൊക്കെ പറയുമ്പോഴേ അതിപ്പോ കണ്ട എല്ലാ പടങ്ങളിലും ഗാങ്സ്റ്റർ സിനിമകളിലൊക്കെ വന്നിട്ടുള്ള പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയല്ലേ. പിന്നെ കൊള്ള സംഗീതത്തിൽ നമുക്ക് തിരുവാതിര നടത്താൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് അടി ഇടി വെടി പുക ഐറ്റം സോങ്, ഐറ്റം ഡാൻസ്. മഹാരാഷ്ട്ര ചീഫ് മിനിസ്റ്ററുടെ ക്യാബിനിലേക്ക് കുട്ടൻ തമ്പുരാൻ ചവിട്ടി പൊളിച്ച് കയറി ചെന്നിട്ട് നിങ്ങൾ മിനിസ്റ്റർ ആണെങ്കിൽ ഞാൻ മോൺസ്റ്റർ എന്ന് പറയുന്ന മാസ് ഡയലോഗ് ഉണ്ട്. അടി വില അത് കൈകിട്ടും. പിന്നെ മാസ്. അപ്പോ ഏതെങ്കിലും ആർട്ടിസ്റ്റിനെ അങ്ങനെ എന്തെങ്കിലും മൈൻഡ് വെച്ചിട്ടാണോ എഴുതിയത്? ഉണ്ട്, ഷാരൂഖ് ഖാൻ. തീരുമാനമായി.